നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ മഴ വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ കൂട്ടാൻ വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പണ്ട് നമ്മുടെ ലഞ്ച് റൊട്ടീൻ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോസായിരുന്നു. അപ്പം ഇടയ്ക്ക് നോൺ വെജും ഇടയ്ക്ക് വെച്ചും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എനിക്കും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു കൂട്ടാനം ഉണ്ടാക്കണേ. ഇത് അച്ചുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അടുത്ത് അച്ചുവിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടാനാണ്. അറിയാലോ, അവൻ എല്ലാതും പെട്ടെന്നൊന്നും മനസ്സിൽ പിടിക്കില്ല കേട്ടോ. ഇതിന് വേണ്ടി ഉണക്കപ്പയറും നമ്മളുടെ കുമ്പളങ്ങയും. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് പണ്ട് മുതലേ ഒരു അലർജിയാണ്. കറി വയ്ക്കും, മോരുകറിയൊക്കെ ഉണ്ടാക്കും, അതിടും എന്ന് വെച്ചാലും എനിക്ക് എന്തോ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ അച്ചു ആ കാര്യത്തിൽ നേരെ തിരിച്ചാൽ അച്ചുവിന് കുമ്പളങ്ങ നല്ല ഇഷ്ടമാണ്. നമ്മൾ പരിപ്പും കുമ്പളങ്ങയും ഇട്ടിട്ട് മലൂഷ ഉണ്ടാക്കുമ്പോഴും അച്ചു ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇതും അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ പയർ അധികം പെട്ടെന്ന് വേവും. ഒരു 2-3 വിസിലുകൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. അപ്പം എന്നാലും ഞാൻ കഷ്ണം ഒരുമിച്ചിട്ടിട്ട് വേവിക്കില്ല കേട്ടോ. എനിക്ക് ആദ്യം പയറൊന്ന് വെന്തതിന് ശേഷം പിന്നെ കഷ്ണം ഇട്ടാലാണ് എനിക്കൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ അത് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു പകുതി കുമ്പളങ്ങ എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ശരിക്കും എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം മുന്നെയൊക്കെ നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിൽ കാണിക്കാറുണ്ടായിരുന്നു. പാടത്ത് മഴ പെയ്യണതും ഒക്കെ. പിന്നെ അതേപോലെ വെള്ളം കയറിയിട്ട് ആ റോട്ടിൽ മുഴുവൻ പാടത്തുനിന്ന് നമ്മൾ കയറി വരുമ്പോൾ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പം അതെങ്ങനെയൊക്കെ ആയിരിക്കുന്നു ഞാൻ മനസ്സിൽ ഊഹിക്കാറുണ്ട്. കാണാൻ പറ്റില്ലെങ്കിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ 2-3 വട്ടം ഞാനും പോയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഒന്ന് അവിടെ വരെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വെറുതെയൊക്കെ എടുത്താലോ എന്ന്. പിന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയാട്ടോ. ഈ മഴയത്ത് എനിക്ക് കുടയൊക്കെ പിടിച്ച് പിന്നെ ക്യാമറയും പിടിച്ച് ഇതും കൊണ്ട് നടക്കണ്ടേ. പൊന്നിനോട് ചോദിച്ചപ്പം അവൾക്കും മടി. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നടന്നില്ല കേട്ടോ. ഇന്ന് കുട്ടികൾ 2 പേരും ഞാനും കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉപ്പേരി തോരനാണ്. ആദ്യം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കയ്പ്പയ്ക്ക എടുത്തത് കേട്ടോ. കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതലും കയ്പ്പയ്ക്ക കഴിക്കാറ് കേട്ടോ. അപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫുള്ള് കയ്പ്പയ്ക്ക എടുത്തിട്ടുള്ളത്. കാരണം ഉണ്ണി അച്ചുവൊന്നും കയ്പ്പയ്ക്ക കഴിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റിയിലാണ് കയ്പ്പയ്ക്ക അരിഞ്ഞേക്കണേ കേട്ടോ. സംഭവം ഞാനിതുപോലെ കുരുവൊക്കെ കളഞ്ഞ് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തതെന്ന് വെച്ചാലും ഉപ്പേരി ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാം തവിടുപൊടിയായി വെച്ച് കഴിഞ്ഞാൽ കഷ്ണമൊക്കെ വെന്തിട്ട് ഇതേ ഈ വട്ടമൊക്കെ പോയി കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. ഉപ്പേരി നന്നായി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഇത് വെന്തിട്ടുണ്ടായിരുന്നു പയർ. എന്നിട്ട് നേരെ കയ്പ്പയ്ക്ക അരിഞ്ഞത്, കയ്പ്പയ്ക്കയല്ല എന്താണ് കുമ്പളങ്ങ അരിഞ്ഞത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു വിസിലും കൂടെ വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കറി. ഇതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും വേണമെന്ന് വെച്ച് ചെറിയ ഉള്ളിയും കൂടി വറവിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി. ഈ കറി ഞാൻ പറഞ്ഞ പോലെ അച്ഛനിപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തേങ്ങ അരയ്ക്കാത്ത പുളിയില്ലാത്ത കൂട്ടാനുകളൊക്കെ വയ്ക്കുമ്പോൾ എനിക്കതിൻ്റെ കൂടെ മോര് വേണം കഴിക്കാനായിട്ടോ. എനിക്ക് കഴിക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും പൊതുവെ എനിക്ക് തേങ്ങ അരച്ച് പുളിയുള്ള കൂട്ടാനുകളോടാണ് ഇഷ്ടം. എന്നാലും ഇത് കുട്ടികൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അപ്പം അതും ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇവിടെ ഇപ്പം ഉണ്ണിക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ അച്ചുവിന് മാത്രം ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കണേ പറഞ്ഞിട്ട്. അച്ചുവിന് ഉണ്ണിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ, ഉണ്ണി എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷെ അച്ചുവിന് അങ്ങനെയല്ല. അച്ചു ചിലത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അച്ചുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലത് വെക്കണേ കേട്ടോ. അപ്പം ഇന്ന് ഉണ്ണിയുടെ പരാതിയും ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്.
ഉണ്ണി ഒരു 2-3 ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ തമിഴ്നാട് പോയിക്കുമായിരുന്നു. അപ്പോൾ ആ 2-3 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഉണ്ണീനെ മിസ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആള് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ വീണ്ടും ഉണ്ണിയച്ഛൻ തമ്മിലുള്ള വഴക്ക് കൂടലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനും ഒക്കെ വീണ്ടും തുടങ്ങി. അപ്പോൾ ഉണ്ണി ഇടയ്ക്ക് ഇങ്ങനെ പറയൂ കേട്ടോ, അവനറിയില്ലല്ലോ നമ്മൾ അവനില്ലാത്ത നേരത്ത് നമുക്ക് അവനെങ്ങനെ മിസ് ചെയ്തിരുന്ന കാര്യം. അവൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കണതും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണതും ഒന്നും ഉണ്ണിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഉണ്ണി തന്നെ അതിന് സമയമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കാനായിട്ട്. ആ സമയത്ത് തന്നെയാണ് വിളിച്ചാൽ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുട്ടികൾക്കും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, യാത്രകൾ ചെയ്യണതും പിന്നെ അതേപോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒക്കെ. പെൺകുട്ടികളായതുകൊണ്ട് എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും നമ്മുടെ കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണി അച്ചുവൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ, യാത്രകൾ പോകാൻ താല്പര്യപ്പെടുമ്പോൾ ഞാനത് സന്തോഷത്തോടു കൂടി സമ്മതിക്കാറുണ്ട്. എൻ്റെ ഈ ചോറ് വാർക്കുന്ന ടെക്നിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ടായിരുന്നു ചോറ് വാർക്കുമ്പോൾ പേടിയാവും ഞാനിങ്ങനെ ചെയ്യണ കാണുമ്പോൾ. എനിക്ക് പിന്നെ ശീലമായിട്ടതൊന്നും വലിയ കാര്യമല്ല. അത് പണ്ടത്തെ എൻ്റെ സ്ഥിരം വ്ളോഗുകളിൽ ചോറ് വാർക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാട്ടോ ചോറ് വാർക്കുന്നത് ഞാൻ എടുത്തത്. കറി വറവിട്ടെടുത്തു. അത് കഴിഞ്ഞ് അതങ്ങനെ വേഗം മാറ്റി വെച്ചു. ഞാൻ ഉച്ചത്തേക്ക് കഴിക്കാനുള്ളത് അങ്ങനെ മാറ്റാറില്ല. രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് വേറെ പാത്രത്തിലേക്ക് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക നന്നായി വെന്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവിട് കൂടി ആയിട്ടുണ്ടായിരുന്നു. വട്ടം എല്ലാം പോയിട്ട് കുട്ടി കുട്ടി പീസുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ചേർത്തു. മെഴുക്ക് പുരട്ടി മാത്രം ആക്കിയപ്പം അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ മുളക് പൊടി ചേർക്കാണ്ട് പച്ചമുളകാണ് അതിലേക്ക് അരിഞ്ഞിട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തേങ്ങ ചേർത്താൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ അതാണ് തേങ്ങ ചേർത്തത് കേട്ടോ. എൻ്റെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വെറുതെ കയ്പ്പയ്ക്ക വേവിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കയ്പ്പയ്ക്ക വേവിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് അമ്മയുടെയൊക്കെ ഉപ്പേരി കേട്ടോ. അത് കയ്പ്പയ്ക്ക മാത്രമല്ല, നമ്മുടെ പയറും അങ്ങനെ തന്നെയാണ് അമ്മ ഉപ്പേരി ഉണ്ടാക്കുക. ഇന്നിപ്പം വറവിട്ടിട്ടുള്ള ഉപ്പേരികളാണ്, കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഉപ്പേരികളാണ് ഞാൻ കഴിക്കുക. മറ്റത് ഞാൻ തീരെ കഴിക്കാറില്ല. പക്ഷേ അതൊരു നൊസ്റ്റുമായിരുന്നു കേട്ടോ. അന്ന് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചുകൂടെ നമ്മൾ സ്വാദിൽ പുതുമ തേടിക്കൊണ്ടിരിക്കണതുകൊണ്ട് തന്നെ ആ പഴയ അതിലേക്ക് അങ്ങോട്ട് അത്ര പോകണില്ല. ഉണ്ണിനെ ഞാൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സോയ എടുത്തിട്ട് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ ഈ ഉണ്ടാക്കിയ കറിയും ഉണ്ണിക്ക് ഇഷ്ടമല്ല, പിന്നെ കയ്പ്പയ്ക്കയും ഉണ്ണിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അമ്മ രണ്ടുപേരുടെയും കാര്യം നോക്കി അവന് തിരിഞ്ഞു നോക്കില്ല എന്ന് അവന് വിചാരിക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സോയ റോസ്റ്റ് ചെയ്തു കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയ റോസ്റ്റ്. അത് ഇപ്പം വറുത്ത് കൊടുക്കായാലും റോസ്റ്റ് ചെയ്ത് കൊടുക്കായാലും ഇനിയിപ്പോൾ രാവിലെ പുട്ടിൻ്റെ കൂടെ കറി വെച്ച് കൊടുക്കായാലും എങ്ങനെ ആയാലും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അല്ലെന്ന് വെച്ചാൽ ആ കൂട്ട ഉണ്ടാക്കിയതിൻ്റെ പേരും പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് എന്തിനത് ഉണ്ടാക്കിയെന്ന് ചോദിക്കും അവൻ. സോയ റോസ്റ്റിൽ പുതുമകളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം സോയ ഉണ്ടാക്കുമ്പോഴും എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഇപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോയിൽ സോയ അതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അമ്മ പറയുകയും ചെയ്തു അത് കണ്ടപ്പം അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നി, അത്രയും നന്നായി ഉണ്ടായിരുന്നു എന്ന്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും നമ്മളെ ഇങ്ങനെ നല്ലത് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവർ പറയുമ്പം കുറച്ചുകൂടെ ഒരു സുഖമാണ്. പ്രത്യേകിച്ചും അമ്മ. ഞാൻ പാചകം പഠിച്ചത് അമ്മയുടെ അടുത്തു നിന്നല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ നന്നായി എന്ന് പറയുമ്പം എനിക്കിത്തിരി സന്തോഷം കൂടുതലാണ്. സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് വൈകിട്ടായിരുന്നു രാവിലെ എണീറ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രെഡ് എന്തായിരുന്നു കഴിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും അതിൻ്റെ കൂടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യണോണ്ട് തന്നെ എനിക്കിങ്ങനെ കഴിക്കാൻ നേരാകുമ്പോഴത്തേനും കൈയും കാലൊക്കെ വിറച്ചു തുടങ്ങും വിശന്നിട്ട്. അപ്പം ഇവരെന്താന്ന് വെച്ചാൽ ഉണ്ണി അച്ചുവൊക്കെ സ്കൂളില്ലാത്ത ദിവസം അല്ലെങ്കിൽ നമ്മൾ ഊണ് കഴിക്കാൻ വിളിച്ചാൽ ആ നേരം നോക്കി ഭയങ്കര തിരക്കാവും കേട്ടോ. വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല.
അച്ചുവാണ് കൂടുതൽ ആ കാര്യത്തിൽ കേട്ടോ. അച്ചുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയാണ്ട് അച്ചു ഇരുന്നോടത്തുനിന്ന് എനിക്കില്ല. അപ്പം എനിക്ക് ദേഷ്യമൊക്കെ വരും. പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നും അതന്നെ ഉണ്ടായി. രണ്ടുപേരെയും ഞാൻ വിളിച്ചു. അപ്പം ഉണ്ണി ആദ്യം എണീറ്റ് വന്നപ്പോൾ തന്നെ അവൻ അങ്ങനെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് അച്ചുവിനെ വിളിച്ചപ്പം അച്ചുവിനെ നേരമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നേരം ആവണ വരെ ഞാൻ ഇങ്ങനെ വിശന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കണ കാര്യമില്ല. അപ്പം ഞാനും എനിക്ക് കഴിക്കാനുള്ളത് അങ്ങനെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അവരവർക്ക് വേണ്ടത് അവരവർ വിളമ്പി കഴിക്കണം, ഞാൻ വിളമ്പി തരില്ല എന്നൊക്കെ ഞാൻ ഇവിടെ പറയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരത് എടുത്ത് കഴിക്കും. ഉണ്ണിക്ക് ചില ദിവസങ്ങളിൽ നിർബന്ധമുണ്ട് ഞാൻ തന്നെ എടുത്ത് കൊടുക്കണമെന്ന്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യായാലും വന്നിട്ട് വിളിച്ചിട്ട് അമ്മ അതൊന്നും എടുത്ത് തരുമോ ചോദിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് അവരൊക്കെ കുടുംബക്കായി അവർ വേറെ ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്കിതൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളെന്നും അവരുടെ കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അവരൊക്കെ കുടുംബമായി വേറെ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല, അവരെ അങ്ങോട്ട് സ്വതന്ത്രരാക്കി വിടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ നന്നായി നോക്കുക. അപ്പം അതാ ഞാൻ ഊണയക്കാനായിട്ട് എടുത്തു കേട്ടോ. ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിന്ന് ചോറുണ്ണാൻ എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ അസാധ്യ വിശപ്പായിരിക്കും. ശരിക്കും ഈ മഴക്കാലത്ത് വിശപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്ന സമയം കേട്ടോ മഴക്കാലം. അറിയാതെ എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ കറിയിലേക്ക് മോര് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്പ്പയ്ക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് അത്രയും ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാം എൻ്റെ കയ്പ്പയ്ക്ക പ്രാന്ത്. സാമ്പാറിലടക്കം കയ്പ്പയ്ക്ക ഇട്ടിട്ട് കുറേ പേർക്ക് പുതുമയായിരുന്നു ഞാൻ സാമ്പാറിൽ കയ്പ്പയ്ക്ക ഇടുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് കറണ്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചെടി ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല. അപ്പം ഞാൻ മുന്നേ മീഷോന്ന് എന്തോ ഒരു ഡ്രസ്സ് എന്തോ വാങ്ങി റിട്ടേൺ ചെയ്ത ക്യാഷ് മീഷോൻ്റെ ബാലൻസിൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡ്രസ്സുകളൊക്കെ എടുക്കാനാണെങ്കിൽ ആ പൈസ കൂടുതൽ കൊടുക്കണം. അപ്പം ഞാനൊരു ചെടി വാങ്ങി അതിന്. അപ്പം അതാണ് ഇത് കേട്ടോ. നമ്മൾ ഈ ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ എപ്പോഴും എല്ലാ സാധനങ്ങളും ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചിരുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ. പിന്നെ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കൂടുതലും എല്ലാ സൈറ്റുകളിലും പോയി തപ്പിയതിന് ശേഷം അവിടെ നിന്നൊന്നും കിട്ടില്ലെങ്കിൽ മാത്രമാണ് ഞാൻ കടകളിൽ നിന്ന് മേടിക്കാറ് കേട്ടോ. പിന്നെ എനിക്കിതുവരെ ചതികളും ഉണ്ടായിട്ടില്ല. ചതികളും എന്ന് വെച്ചാൽ നമുക്ക് മേടിക്കുന്ന സാധനം കൃത്യമായിട്ട് നമ്മുടെ കയ്യിലെത്താറുണ്ട്, നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോകാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവരതിന് കോമ്പൻസേഷൻ തരാറുണ്ട്. അങ്ങനെ എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ പൊന്നൂന് ഇപ്പം ഒരു 2 ആഴ്ച മുന്നേ ഒരു ഭയങ്കര മോശമായ ഒരു സംഭവം ഉണ്ടായി. അവളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സൂരജാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവന്ന് തന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ സൈറ്റിൽ നോക്കുമ്പം ഡെലിവേർഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. അപ്പം ഇവരെ കോണ്ടാക്ട് ചെയ്യാനാണ് വെച്ചാൽ ആ ഡെലിവറി ബോയുടെ നമ്പറും ഇല്ല. നമ്മൾ ആപ്പിലേക്ക് ചാറ്റ് ചെയ്ത് നോക്കിയപ്പം കസ്റ്റമർ കെയറൊക്കെ ചാറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനം നിങ്ങളെ വീട്ടിൽ ഡെലിവേർഡ് ആയിട്ടുണ്ട്, വീട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലുള്ളവർ ആ സാധനം വാങ്ങി വെച്ചു എന്ന്. ഈ ഡെലിവറി ബോയ് അവരുടെ നമ്മൾ അഡ്രസ്സ് പ്രകാരം വീട് തപ്പിക്കൊണ്ട് ആ വീട്ടിൽ കയറിയിട്ട് ഇന്ന സൂരജിൻ്റെ വീടാണോ ചോദിച്ചപ്പം അവരതേന്ന് പറഞ്ഞ് ഈ പ്രോഡക്റ്റ് അവർ വാങ്ങി വെച്ചു പറഞ്ഞു. അത് എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കത് കിട്ടിയട്ടോ. കിട്ടിയ അവസ്ഥയാണെന്ന് വെച്ചാൽ പാക്കെല്ലാം കീറി സാധനമൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്താ അതിൻ്റെ ഉള്ളിലുള്ളതെന്നൊക്കെ. അതിനുശേഷം അവരെന്നെ കുറേ ഇൻസുലേഷൻ ടേപ്പെല്ലാം ഒട്ടിച്ച് ആണ് ഞങ്ങളുടെ കൈക്ക് കിട്ടിയത്. അപ്പം ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എന്നോട് പൊന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ചേച്ചി ഭയങ്കര ചതിയായി പോയി ഇങ്ങനെ നമുക്ക് പറ്റിയത്. കാരണം നമ്മൾ ഇപ്പം പല സാധനങ്ങളും ആൾക്കാർ ഇതുപോലെ ഓർഡറൊക്കെ കൊടുക്കില്ലേ, നമുക്ക് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള
കാര്യങ്ങൾ നമ്മളിതുപോലെ ചെയ്യും. നമ്മുടെ നമ്മൾ മാത്രം അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ഇപ്പം ഞാൻ ഇന്നേഴ്സൊക്കെ ഓർഡർ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ പലതും നമ്മളിതുപോലെയൊക്കെ ഓർഡർ കൊടുത്ത് വല്ലവരും അതൊക്കെ തുറന്നു നോക്കി നമ്മൾ എന്താ മേടിച്ചതെന്നൊക്കെ നോക്കി അത് തുറന്നു നോക്കുക. അതേപോലെ നമ്മുടെ അഡ്രസ്സിലുള്ള സാധനം വേറെ ആൾക്കാർ അവരുടെയെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക. അതൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം പിന്നെ ഒരു സെയിം കൊറിയർ ബോയിനെ ഡെലിവറി ബോയിനെ നമ്മൾ കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ആ വീട്ടിലത്തെ ആള് ഇത് അവരുടെയാണെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് അവരുടെയാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങി വെച്ചത്. ആ പയ്യൻ്റെ ഭാഗത്ത് തെറ്റില്ല, പയ്യനെ അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിതിങ്ങനെ യൂട്യൂബിൽ ഇടും ഈ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ പയ്യനായിട്ടോളൂ കുഴപ്പമില്ല എന്ന് പയ്യൻ പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളോടും കൂടെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കാബേജ് കൊണ്ട് ഒരു പക്കോട ഉണ്ടാക്കി കേട്ടോ. ഈ മഴയും കാറ്റും തണുപ്പും പക്കോടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. മഴക്കാലമാണോ എന്ന് നമുക്ക് പക്കോട ഉണ്ടാക്കണം നിർബന്ധമാണ്. അപ്പം ഇത് കാബേജ് വെച്ചിട്ട് ഞാൻ പക്കോട മുന്നേയും ഒരുപാട് വട്ടം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വയലറ്റ് കാബേജ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഈ കളറും നല്ലതായിരുന്നു കേട്ടോ. വയലറ്റ് കളറിലെ ഇതിപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി ഡ്രൈ അയച്ചെങ്കിലും ആ ഒരു കളറില്ലേ, നല്ലൊരു പർപ്പിൾ കളറ്, അത് ഭയങ്കര രസമായിരുന്നു കാണാനും. ഇത് ഉണ്ടാക്കുന്ന നേരത്തെ അച്ചു കളിക്കാനായിട്ട് പോയിരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടോ എന്തോ അറിയില്ല, വേഗം വന്നിരുന്നു നല്ല കുട്ടിയായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വീട്ടിലായാലും അതേ ഇപ്പോൾ കളിക്കൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ അച്ചുവിന് ഈ വറവ് പൊരിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബേക്കറി പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറുണ്ണാൻ മാത്രമേ അച്ചുവിനൊരു എതിർപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവ ആദ്യവസാനമായിട്ട് അടുത്തുണ്ടാവും കേട്ടോ. അപ്പം ഇത് ഈ പക്വട എന്ന് പറയുമ്പം അച്ചുവിനാണെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടം കൂടെയാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കടലമാവൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിത് മൈദയുടെ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്താലോ എന്ന് വിചാരിച്ചു, പിന്നെ മൈദ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ചിട്ട് എന്തായാലും കുറച്ചല്ലേ ഇത്തിരിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം അത് വെച്ചിട്ട് അങ്ങനെ പൊക്കോട്ടേന്ന് കരുതി. പിന്നെ പപ്പടം കാച്ചി എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എണ്ണയാണ് ഞാൻ എടുത്തൊഴിക്കണേ. ഞാൻ പപ്പടം കാച്ചി കഴിഞ്ഞാൽ ഒരു വട്ടം ആ കാച്ചിയ എണ്ണ കളയില്ല കേട്ടോ. രണ്ടാമത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വറക്കാനൊക്കെ എടുത്തതിന് ശേഷമാണ് അത് കളയാറുള്ളത് കേട്ടോ. അപ്പം അത് ഒരു 3-4 എണ്ണമായിട്ട് ഇങ്ങനെ 2 വട്ടമായിട്ട് വറുത്തെടുത്തു. അപ്പം അതിനുള്ളതിനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ വറുത്ത സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. എനിക്ക് നെഞ്ഞ് നീറും വറുത്തതും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. ഈ വയലറ്റ് കാബേജ് വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം ഉണ്ണിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും കിട്ടില്ലെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പച്ചക്കറി കടയിൽ വയലറ്റ് കാബേജ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാച്ചെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും വിഭവങ്ങളൊക്കെ അറിയാച്ചെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ ഉപ്പേരിയും പിന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള അല്ലറ ചില്ലറ പരിപാടികൾ, പിന്നെ നമ്മൾ സലാഡ് ഉണ്ടാക്കുമ്പം അതിനകത്തും ആണ് മെയിനായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. മുന്നേ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിരുന്നു അവർക്കത് ഇഷ്ടമായില്ല ഉപ്പേരി, അതുകൊണ്ട് ഉണ്ടാക്കിയാൽ പോന്ന്. അപ്പം അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയണേ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കറണ്ട് പോയാൽ മതിയെന്ന്. കാരണം എന്താ വെച്ചാൽ മഴ ഒന്ന് അപ്പോഴേക്കും കറണ്ടിൻ്റെ കളി തുടങ്ങും കേട്ടോ. അപ്പോൾ ഉണ്ണി ഇതേ കഴിക്കുകയാണ്. ഇന്ന് ഉണ്ണീനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അച്ചുമോനെ കിട്ടണ്ടേ, അച്ചു ഫുള്ള് പറന്ന് കിടക്കുക. ഇത് അവൻ എടുക്കാനുള്ളത് എടുത്തിട്ട് അവൻ എങ്ങോട്ടോ ഓടിപ്പോയി, അതുകൊണ്ട് അവന് കിട്ടിയില്ല കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.